നമസ്കാരം കൂട്ടുകാരി. ഇന്ന് നിങ്ങൾ എല്ലാവർക്കും സൂര്യഭഗവാന്റെ കഥ പറയാം. ഒരു നാട്ടിൽ ബാലു എന്ന ആൾ ജാനകി എന്ന ഭാര്യയോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ഒരുപാട് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു ദിവസം ബാലു ജോലിയുടെ ആവശ്യത്തിന് പുറത്തു പോകുമ്പോൾ ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ധാന്യങ്ങൾ ഇട്ടുകൊണ്ടിരുന്നു. ബാലുവിനെ കണ്ട കർഷകൻ ചെയ്യുന്ന പണി നിർത്തിയിട്ട് അവിടുന്ന് പുറപ്പെട്ടു പോയി. ഈ ദുശകന് നേരെ വന്നു. ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കുമോ എന്തോ. അങ്ങനെ ആ കർഷകൻ ബാലുവിനെ നോക്കി പറഞ്ഞു. ഇത് കേട്ട ബാലു മനസ്സ് തകർന്നു പോയി. അദ്ദേഹം വിഷമത്തോടെ വീട്ടിലേക്ക് നടന്നു പോയി. വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ജാനകിയോട് നടന്ന കാര്യം പറഞ്ഞ് ഒരുപാട് വിഷമിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ജാനകി പറഞ്ഞു, എനിക്കും ഇന്ന് ഇതേപോലെയാണ് സംഭവിച്ചത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു കുരുവി വന്നു. ഈ വീട്ടിൽ കുഞ്ഞുങ്ങളെ ഇല്ല, ഞാൻ എന്തിനിവിടെ കഴിക്കണം? അങ്ങനെ പറഞ്ഞ് ചെറിയ കുരുവി അവിടുന്ന് പോയി. ഇത് വിചാരിച്ച് രണ്ടുപേര് ദിവസവും വിഷമിച്ചുകൊണ്ടിരുന്നു. അവരുടെ അവസ്ഥ കണ്ട ഒരാൾ അവർ രണ്ടുപേരോടും സൂര്യഭഗവാന് വ്രതമിരിക്കാൻ പറഞ്ഞു. രണ്ടുപേരും സൂര്യഭഗവാന് വ്രതമിരിക്കാൻ തുടങ്ങി. അങ്ങനെ 12 ആഴ്ചകൾ കഴിഞ്ഞു. അവർ രണ്ടുപേരുടെയും വ്രതം കണ്ട് സൂര്യഭഗവാൻ നേരിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ പൂജയ്ക്കും ഇവിടെ നിങ്ങൾക്ക് ദർശനം നൽകി. പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞ് ജനിക്കും. നിങ്ങൾക്ക് അഴകായും നല്ല സ്വഭാവമുള്ള കുഞ്ഞും ജനിക്കും. അങ്ങനെ പറഞ്ഞ് സൂര്യഭഗവാൻ അപ്രത്യക്ഷപ്പെട്ടു. കുറച്ചു മാസം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ഭംഗിയുള്ള ഒരു പെൺകുട്ടി ജനിച്ചു. ആ കുഞ്ഞിനെ കണ്ട് രണ്ടുപേരും സന്തോഷിച്ചു. ആ കുഞ്ഞ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴെല്ലാം കുഞ്ഞിന്റെ അടുത്ത് വജ്രങ്ങളും മുത്തുക്കളും ഉണ്ടായിരുന്നു. ഇത് കണ്ട് ജാനകി ഒരുപാട് സന്തോഷിച്ചു. ഈ കാര്യം അവർ ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചു. അവരുടെ ഭർത്താവിനോട് പോലും ഈ കാര്യത്തിനെ കുറിച്ച് ജാനകി പറഞ്ഞില്ല. ആ കുഞ്ഞിന് രമ്യ എന്ന് പേരിട്ടു. രമ്യ വളർന്നതും അവളും അവളുടെ അച്ഛനമ്മയെ പോലെ സൂര്യഭഗവാന് പൂജ ചെയ്ത് വ്രതമിരുന്നു. അങ്ങനെ കുറച്ച് വർഷത്തിൽ രമ്യയ്ക്ക് കല്യാണം കഴിക്കുന്ന വയസ്സും വന്നു. അവളുടെ അച്ഛൻ വരൻ നോക്കാൻ തുടങ്ങി. അപ്പൊ ബാലുവിനോട് ജാനകി പറഞ്ഞു, ഏട്ടാ, ഞാൻ ദിവസം എഴുന്നേറ്റതും എന്റെ മകളുടെ മുഖം ഞാൻ നോക്കിയേ തീരും ചേട്ടാ. എനിക്കവളെ കാണാതെ ഇരിക്കാനേ കഴിയില്ല. അതുകൊണ്ട് ഇവൾക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന വരനെ നോക്കൂ. ബാലു ജാനകി പറഞ്ഞതുപോലെ രമ്യയ്ക്ക് അവരുടെ വീട്ടിൽ വരാൻ ഏത് വരൻ സമ്മതിക്കുന്നോ അതുപോലൊരു പാവപ്പെട്ട വീട്ടിലെ പയ്യനെ കല്യാണം കഴിപ്പിച്ചു. ചെക്കനും പെണ്ണ് വീട്ടിൽ വന്നതിന് ശേഷം രമ്യയുടെ അമ്മ പറഞ്ഞു, മോനി, ദിവസവും രാവിലെ എന്റെ മോളെ എഴുന്നേൽപ്പിക്കാൻ ഞാൻ ഇവിടേക്ക് വരും. അതിന് രമ്യയുടെ ഭർത്താവ് രാമു ശരിയെന്ന് പറയുന്നു. പക്ഷേ ദിവസവും അമ്മായിമ്മ വന്ന് രമ്യ എഴുന്നേൽപ്പിക്കുന്നത് രാമുവിന് ഒട്ടും ഇഷ്ടമല്ല. രാമു ഈ കാര്യം രമ്യയോട് പറഞ്ഞു. അതിന് രമ്യ പറഞ്ഞു, ഏട്ടാ, എന്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഏട്ടാ. അതുകൊണ്ടാ ദിവസം രാവിലെ എന്നെ കണ്ടിട്ടേ അവർ ജോലികൾ ആരംഭിക്കൂ. ഒരു ദിവസം എന്തോ ഒരു കാരണം കൊണ്ട് ജാനകി രമ്യ എഴുന്നേൽപ്പിക്കാൻ പോകാൻ മറന്നു. അന്നേ ദിവസം പെട്ടെന്ന് രമ്യയുടെ ഭർത്താവ് രാമു എഴുന്നേറ്റു. രമ്യയുടെ അടുത്തുള്ള മുത്തുകളും വജ്രങ്ങളും കണ്ട് രാമു ആശ്ചര്യപ്പെട്ടു. ഇതുകൊണ്ടാണ് അമ്മായിമ്മ രാവിലെ നേരത്തെ എഴുന്നേറ്റ് രമ്യ എഴുന്നേൽപ്പിക്കാൻ വരുന്നു എന്ന് അവന് മനസ്സിലായി. കുറച്ചു നേരം കഴിഞ്ഞ് ജാനകി ആ മുറിയിൽ വന്നു. അവിടെ രമ്യ രാമു ഇരിക്കുന്നത് കണ്ട് ജാനകിക്ക് രാമുവിന് എല്ലാ കാര്യവും അറിഞ്ഞു എന്ന് നന്നായി മനസ്സിലായി. അവരെന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി. ഒരു ഞായറാഴ്ച അന്ന് രാമു പുറത്തു പോയതിനു ശേഷം ജാനകി ഗുണ്ടകൾക്ക് പൈസ കൊടുത്ത് കണ്ടുകൊണ്ടിരുന്ന സൂര്യഭഗവാൻ, ഇവൾ പൈസയുടെ അഹങ്കാരത്തിൽ എന്റെ വരം കൊണ്ട് പ്രസവിച്ച മകളുടെ ഭർത്താവിനെ കൊന്നിരിക്കുന്നു. ഞാനാണ് ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ രക്ഷിക്കേണ്ടത്. അങ്ങനെ സൂര്യഭഗവാൻ ഒരു സന്യാസിയായി മാറി ജാനകിയുടെ വീട്ടിൽ ഭക്ഷണം ചോദിച്ചു വന്നു. ജാനകി അകത്ത് ചെന്ന് രാമുവിന് ജീവൻ വന്ന് രാമു എഴുന്നേറ്റു. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രമ്യ സൂര്യഭഗവാന് പൂജ ചെയ്ത് വ്രതമിരുന്നു. ഭർത്താവിന് വേണ്ടി കാത്തിരുന്നു. ഭർത്താവിനെ കണ്ട രമ്യ, ഏട്ടാ, ഇന്ന് ഞാൻ സൂര്യഭഗവാന് വ്രതമിരിക്കുമെന്നറിയില്ലേ? ഒന്നും കഴിക്കാതെ വ്രതമിരിക്കുമെന്നറിയില്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അപ്പൊ രാമു നടന്ന കാര്യങ്ങൾ രമ്യയോട് പറഞ്ഞ് രമ്യയെല്ലാം മനസ്സിലാക്കി കൊടുത്ത് ഇവിടുന്ന് നമുക്ക് പോകാം, നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് പോകാമെന്ന് രമ്യയോട് പറയുന്നു. രമ്യയും അതിന് സമ്മതിച്ചു.
രമ്യയുടെ അമ്മ അവർ രണ്ടുപേരും വീട് വിട്ടു പോകുന്നത് ഒരുപാട് തടയാൻ ശ്രമിച്ചു. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കമ്മേ, ഇനി ഞാനിവിടെ ഇരിക്കില്ല, എന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോകുന്നു. അങ്ങനെ പറഞ്ഞ് രമ്യ അവിടുന്ന് പോയി. സൂര്യഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രമ്യയും ഭർത്താവും അവരുടെ കുട്ടികളോടൊപ്പം സന്തോഷമായി ജീവിച്ചു. ഓം അസ്വത്വജായ വിദ്മഹീം പാസഹസ്തായ ധീമഹീം തന്നോ സൂര്യത് പ്രചോദയാത്. സ്വാമി, ഈ കഥ കേൾക്കുന്നവർ, കാണുന്നവർ എല്ലാവർക്കും നല്ലത് നടക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. ഇതുപോലെ കഥകൾ കാണാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.